ഹായ്, ഇന്ന് ഞാനുള്ളത് ആൻറ്റിഗുവ ബാർബുഡയിലെ സെൻറ്റ് ജോൺസിലാണ്. സമയം ഏകദേശം 12:15. ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അപ്പം അതൊന്ന് പോയി കാണാമെന്ന് ഓർത്ത് നടക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ നടന്ന പള്ളിയുടെ മുന്നിലെത്തി. ഇതാണ് ആ പള്ളി. ഇതാണ് ആ പള്ളിയിലേക്കുള്ള എൻട്രൻസ്. പള്ളിയിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ പള്ളിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. പള്ളിയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ തൽക്കാലം കയറുന്നില്ല എന്ന് വെച്ചു. ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു, എന്നിട്ട് തിരിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് ഓർക്കണം. കരീബിയനിലെ മനോഹരമായ ഐലൻഡ് രാജ്യങ്ങളിലൊന്നായ ആൻറ്റിഗുവ ബാർബുഡയുടെ തലസ്ഥാനമാണ് ഈ സെൻറ്റ് ജോൺസ് എന്ന് പറഞ്ഞ സ്ഥലം. പള്ളിയുടെ സെമിത്തേരിയുടെ ഭാഗമാണ് ഈ കാണുന്നത്. നല്ല പഴക്കമുള്ള കല്ലറകളാണ് എല്ലാം. പള്ളിയുടെ ഒരു സൈഡാണിത്. സെൻറ്റ് ജോൺസ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഈ ദേവാലയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ നഗരം വികസിച്ചത്. ഈ പള്ളിയുടെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിനും സെൻറ്റ് ജോൺസ് എന്ന പേര് വന്നത്. 1845 നിർമ്മിച്ച ഈ പള്ളി കരീബിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആംഗ്ലിക്കൻ പള്ളിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ കോളനികളിലെ പ്രധാന തുറമുഖങ്ങൾക്കും നഗരങ്ങൾക്കും ക്രിസ്തീയ വിശുദ്ധരുടെ പേര് നൽകുന്നത് പതിവായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലം സെൻറ്റ് ജോൺസ് എന്ന് അറിയപ്പെട്ടത്. ഞങ്ങളിവിടെ ഒരു ട്രക്ക് ഉണ്ട് കേട്ടോ. ഒരു കിടിലൻ സാധനം കാണിച്ചു തരാവേ കേട്ടോ. പള്ളിയിൽ ശരിക്കൊന്ന് കയറി കാണാൻ പറ്റിയില്ല. നല്ല സാരമില്ല, നല്ല പഴക്കമുള്ള പള്ളിയായിരുന്നു. പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഇവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റി. ഇത് മറ്റേ മെഡിസിൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, കോളേജ് ഓഫ് മെഡിസിൻ, മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി. ഒരു ചെറിയ കെട്ടിടമാണ് കേട്ടോ. കണ്ട ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ പറ്റിയൊരു കെട്ടിടം പോലെ. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. നല്ല ചൂടാണ്, 26 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. എങ്കിലും പക്ഷേ അത് നന്നായിട്ട് പൊള്ളുന്നൊരു ചൂടുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് ഷിപ്പിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് ടെർമിനലിൻ്റെ അടുത്തേക്ക്. ടെർമിനലായിട്ടൊന്നുമില്ല ഇവിടെ, പക്ഷേ ആ ഒരു ക്രൂയിസ് പിയറിൻ്റെ ഏരിയ ആണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തീരെ ഒരു ലോക്കൽ അത്ര വൃത്തിയും അത്ര ഒരു ഒന്നുമില്ലാത്തൊരു ഏരിയ പോലെ. പക്ഷേ ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല കുറേ ഷോപ്പിങ്ങിനുള്ള കുറേ ഷോപ്പുകളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.